ഭരണം പിടിക്കേണ്ടത് മുസ്ലിം സമുദായത്തിന് വേണ്ടിയാകണമെന്ന മുസ്ലിം ലീഗ് നേതാവ് KM ഷാജിയുടെ വർഗീയ പരാമർശം അതേ സംബന്ധിച്ചാണ്. ഒന്ന്. രണ്ട്, മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞെടുത്താണ്. ഈ രണ്ട് വാചകങ്ങളും ഇന്ന് KM ഷാജി പറഞ്ഞത് VD സതീശനെയും PK കുഞ്ഞാലിക്കുട്ടിയെയും ഓർമ്മപ്പെടുത്തുകയും അവരോട് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്ത് എന്ന് കേൾക്കാം. അല്ല, അതങ്ങനെയൊന്നുമല്ല അദ്ദേഹം പറഞ്ഞത്. അതൊക്കെ അവരുടെ പാർട്ടി ഇതിൻ്റെ അകത്ത് പറഞ്ഞതാണ്. നമ്മുടെ എല്ലാവരുടെയും ഇതാണ്, ഈ ഗവൺമെൻറ് പോകണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. കേരളത്തിലെ എല്ലാവരും കഷ്ടപ്പാടിലും ദുരിതത്തിലുമാണ്. എല്ലാ വിഭാഗം ആളുകളും തിരിച്ചു വരണം. അല്ലാതെ ഒരാൾ സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. ഇത്രക്ക് പച്ചക്ക് പറഞ്ഞ അല്ല, ഒരു മിനിറ്റ് പറയാം. ഞാൻ പറയാം, അത് മതവിശ്വാസത്തെ പറ്റി പറയുന്നത്. ഈ തരം പച്ചക്ക് പറഞ്ഞ പേര് നോക്കിയാൽ അറിയാം എന്ന് തുടങ്ങി ഇത്ര പച്ചക്ക് വർഗീയത പറഞ്ഞ ഒരു ഉദാഹരണം കേരളത്തിൽ വേറെ ചൂണ്ടിക്കാണിക്കാനേ കഴിയും. കുഞ്ഞാലിക്കുട്ടിക്കും VD സതീശനും മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി പറഞ്ഞത് വർഗീയതയല്ല. എന്താണ് KM ഷാജി പറഞ്ഞത്? നമുക്ക് നോക്കാം. മതമല്ല പ്രശ്നം എന്നാ കേട്ടോ, ഞങ്ങൾക്ക് മതമാണ് പ്രശ്നം. ഇതാണ് മതമാണ് പ്രശ്നം. ഇനി KM ഷാജി പറഞ്ഞ മറ്റൊരു വാക്കുകൂടിയുണ്ട്. KMCCയുടെ പരിപാടിയിൽ 9.5 വർഷം മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെടുത്തിയത് വീണ്ടെടുക്കാനാകണം ഇനിയുള്ള ഭരണം പിടിക്കൽ എന്ന് KM ഷാജി പറഞ്ഞു. ആ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം. അതിനു മുമ്പ് മതമാണ് പ്രശ്നമെന്ന് പറഞ്ഞ KM ഷാജിയുടെ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാം. മതമല്ല പ്രശ്നം എന്നാ കേട്ടോ, ഞങ്ങൾക്ക് മതമാണ് പ്രശ്നം. വലത് നിരീക്ഷകൻ ശ്രീ B റജീവ് ഒപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ A സജീവനുമാണ് ഇന്ന് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ B റജി, മതമാണ് പ്രശ്നം. മതേതര പാർട്ടി എന്ന നിലയിൽ UDFിൻ്റെ ഭാഗവാക്കാകുന്ന UDFിലെ ഏറ്റവും ശക്തമായ പാർട്ടിയായ മുസ്ലിം ലീഗ്, ആ മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായ നേതാവ് KM ഷാജിയാണ് പറയുന്നത് മതമാണ് പ്രശ്നമെന്ന്. മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ട 9.5 വർഷം അത് വീണ്ടെടുക്കാനാകണം ഇനിയുള്ള ഭരണം പിടിക്കൽ എന്നും അദ്ദേഹം പറയുന്നു. ഇത് വർഗീയതയായി നിങ്ങൾക്ക് തോന്നില്ല എന്ന് ഒരു കാര്യം കൂടി KM ഷാജിയുടെ ആ വാക്കുകൾ കൂടി കേൾക്കാം. രണ്ടാമത് പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ, ഭരണം വേണമല്ലോ, ഭരണം തിരിച്ചു പിടിക്കാനെയും ഒരു സംശയക്കാര്യത്തിലില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, ഭരിക്കുന്നത് MLA-മാരുടെയും മന്ത്രിമാരുടെയും എണ്ണം കൂട്ടാൻ മാത്രമായിരിക്കില്ല. നഷ്ടപ്പെട്ടു പോയ 9.5 കൊല്ലത്തിന്റെ ആനുകൂല്യങ്ങൾ തിരിച്ചു പിടിച്ച് ആ സമുദായത്തിന് വകവെച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്. അവർക്കത് കിട്ടണം, അതവർക്ക് ലഭ്യമാക്കാനുള്ള പോരാട്ടമാവണം. B റജി, മുസ്ലിം സമുദായത്തിന് മാത്രം മതിയോ ഭരണം? ആ ഭരണം നഷ്ടപ്പെട്ടത് ആ സമുദായത്തിന് പിടിച്ചു കൊടുക്കാൻ നിൽക്കുന്നവരാണോ മതേതര മുന്നണിയിലെ പ്രമുഖ പാർട്ടി? ഇത് വർഗീയതയല്ലേ കുഞ്ഞാലിക്കുട്ടിക്കും VD സതീശനും? B റജി നോക്കൂ ശ്രീ അജിം ഷാജി, എന്നെ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. നോക്കൂ, ഇവിടെ ഈ മതം പ്രശ്നമല്ല അല്ലെങ്കിൽ മതമാണ് പ്രശ്നം എന്ന് ശ്രീ KM ഷാജിയെ പോലെയുള്ള മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ് സംസാരിക്കുന്നതും അതിന്റെ ഒരു പശ്ചാത്തലം വേറെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത് ഇന്ത്യ മഹാരാജ്യത്ത് മതത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ എന്താണ് വിവേചനം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള പ്രതിരോധം തീർക്കേണ്ട ഒരു ഘട്ടത്തിലേക്കാണ് മുസ്ലിം സമുദായം എത്തപ്പെട്ടിരിക്കുന്നത്. അത് സംഘപരിവാർ സംഘടനകൾ രാജ്യവ്യാപകമായി നടത്തുന്ന ഒരു വിദ്വേഷ പ്രചരണത്തിന്റെ ഭാഗമായി സംഭവിക്കുന്നതാണ്. ഇവിടെ അല്ല, അതിനെ ചെറുക്കാൻ എന്താണ് വേണ്ടത്? അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് പിരിച്ചുവിട്ടിട്ട് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയോ മുസ്ലിം ലീഗിലോ അങ്ങ് ചേർന്നാൽ പോരെ? നോക്കൂ, അഖിലേന്ത്യാ തലത്തിൽ വർഗീയതയോട് പോരടിക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം ഇന്റർനാഷണൽ കോൺഗ്രസ് ആണ്, അതിശക്തമായിട്ട്. കാരണം അവരുടെ മുദ്രാവാക്യം, സംഘപരിവാർ സംഘടനകളുടെ BJP-യുടെ മുദ്രാവാക്യം എന്താണ്? കോൺഗ്രസ് മുക്ത ഭാരതം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് അവർ പരിശ്രമിക്കുന്നത്. അപ്പോൾ സംഘപരിവാർ ശക്തികളെ ഞങ്ങൾ പ്രിയങ്ക ഗാന്ധിയുടെ ട്വീറ്റിലടക്കം ഏറ്റവും ഒടുവിൽ കണ്ടതാണ്. രാമക്ഷേത്രത്തിന് ആശംസ അയച്ചതും അത് പണിയാനുള്ള തൻ്റെ പിതാവിൻ്റെ ശ്രമത്തെ സംബന്ധിച്ചുമൊക്കെ ശ്ലാഘിക്കുന്ന പ്രിയങ്ക ഗാന്ധിയുടെ വാക്കുകൾ ഞങ്ങൾ കേട്ടതാണ്. അഹമ്മദ് പട്ടേൽ എന്ന കോൺഗ്രസ് നേതാവിനെ ഗുജറാത്തിലെ ഒരു പരിപാടിയിലും പങ്കെടുപ്പിക്കാതെ മാറ്റി നിർത്തി തെരഞ്ഞെടുപ്പ് നടത്തിയത് ഞങ്ങൾ കണ്ടതാണ്, കേട്ടതാണ്.
ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ സംഘപരിവാറിന് അനുകൂലമായി നരസിംഹറാവു നിന്നത് നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. നരസിംഹറാവു കോൺഗ്രസുമായിരുന്നു. അപ്പോൾ കോൺഗ്രസ് ഭരണത്തിലാണ് ബാബറി മസ്ജിദ് 1992 ഡിസംബർ 6 പൊളിക്കുന്നത്. ഇങ്ങനെ എല്ലാ ഘട്ടങ്ങളിലും ഞങ്ങൾ കണ്ടിട്ടുണ്ട് സംഘപരിവാറിനെ എതിർക്കുന്ന കോൺഗ്രസിനെ. പറഞ്ഞോളൂ റജി. നോക്കൂ, ഈ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യം എന്താണെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. അത് മതേതരത്വമാണ്. മതേതരത്വമാണ്. ബഹുസ്വരതയിൽ വിശ്വസിക്കുന്ന ഒരു എന്താണ് ഒരു അങ്ങേയറ്റത്തെ സെക്കുലർ എന്നുള്ളതാണ് ഇന്റർനാഷണൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യം. ആ മൂല്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തിട്ടുള്ള ഒരു നടപടികൾക്കും കോൺഗ്രസ് തയ്യാറല്ല. കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദർശ മുദ്രാവാക്യങ്ങളിൽ ഒന്ന് ഇന്ത്യയിലെ മതേതരത്വത്തെ സംരക്ഷിക്കുവാൻ ഏതറ്റം വരെയും പോകും. അത് ഇന്ത്യ മഹാരാജ്യത്ത് അങ്ങേക്കറിയാമല്ലോ, ഇന്ത്യയില് ജാതികൾ, ഉപജാതികൾ തുടങ്ങി അതിന്റെ പല പല വേർഷനുകളായിട്ട് ഇന്ത്യ മഹാരാജ്യത്ത് 43 ലക്ഷം വൈവിധ്യങ്ങളാണ് മതപരമായിട്ട് തന്നെ ഇന്ത്യയിൽ ഉള്ളതെന്നുള്ളതാണ് കാനേഷ് കുമാരിയുടെ കണക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഈ 43 ലക്ഷം വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ മതവിഭാഗങ്ങളുടെയും ബഹുസ്വരതയെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് വേണ്ടി, അതിന്റെ ജനാധിപത്യത്തിന് വേണ്ടി, അതിന്റെ തുല്യതയ്ക്ക് വേണ്ടി പോരാടുന്ന ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യ മഹാരാജ്യം. 47 ശേഷം ഈ രാജ്യം കൂടുതലും ഭരിച്ചത് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസ് ഭരിച്ചതിൻ്റെ ഫലമായി ഇതാ BJP അടക്കം ഇന്ന് കോൺഗ്രസിനെ പോലും നിഷ്കാസനം ചെയ്തുകൊണ്ട് ഭരിക്കുന്നു. ആ രീതിയിലേക്ക് ഇന്ത്യയെ വർഗീയ ചേരിതിരിവിലേക്ക് എത്തിച്ചതിൻ്റെ ഉത്തരവാദിത്വവും കോൺഗ്രസിനാണ്. ഇത്രയും നാൾ കോൺഗ്രസ് അല്ലേ ഭരിച്ചത്. മാത്രമല്ല, താങ്കൾ നേരത്തെ പറഞ്ഞു ന്യൂനപക്ഷങ്ങളോട്. ഇവിടെ പലസ്തീനിലെ കുഞ്ഞുങ്ങൾ, സ്ത്രീകളൊക്കെ ആക്രമിക്കപ്പെട്ടപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിലൊരു പ്രതിരോധമോ ഫേസ്ബുക്കിലോ അടക്കം ഏതെങ്കിലും രീതിയിൽ പോസ്റ്റോ, കാരണം സ്ത്രീലമ്പടന്മാരായവർക്ക് വരെ വേണ്ടി ഫേസ്ബുക്ക് ഹാൻഡിലുകൾ കോൺഗ്രസിൻ്റേത് നിന്നിരുന്നല്ലോ. ഒരു വാക്ക് ഏതെങ്കിലും തരത്തിൽ പ്രതിരോധം തീർക്കുന്ന ഏതെങ്കിലും ഒരു ക്യാമ്പയിൻ നിങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള പ്രതിരോധം നടത്തിയിട്ടുണ്ടോ? പക്ഷേ DYFIയും CPIM അടക്കം പലസ്തീനിലെ ജനങ്ങൾക്ക് വേണ്ടി നടത്തി. പക്ഷേ പലസ്തീന് വേണ്ടി ഒരു വാക്ക് കോൺഗ്രസ് ഇവിടെ പ്രതിരോധമായി ഉയർത്തിയിട്ടുണ്ടോ? അങ്ങ് അത് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അങ്ങനെയല്ല. കോൺഗ്രസിന്റെ നിലപാട് എക്കാലത്തും പാലസ്തീൻ ജനതയോടൊപ്പമാണ് എന്ന് ബഹുമാനിയായ പ്രിയങ്ക ഗാന്ധിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയും അതുപോലെ കോൺഗ്രസിന്റെ ഞങ്ങൾ കണ്ടില്ലല്ലോ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എവിടെങ്കിലും കോൺഗ്രസ് CPMനെ DYFI പോലെ പ്രതിഷേധം നടത്തിയോ? പ്രതിരോധം നടത്തിയോ? കോൺഗ്രസിന് നിങ്ങളുടെ MLAമാരും MP മാരും അടക്കമുള്ളവരുടെ ഏതെങ്കിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾ ഇത്തരം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി നടത്തിയതുപോലെയുള്ള ഫേസ്ബുക്ക് ഹാൻഡിലുകൾ, അതായത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഉപയോഗിച്ചതുപോലെ ഏതെങ്കിലും തരത്തിൽ പലസ്തീന് വേണ്ടി പ്രതിരോധം തീർത്തോ? കോൺഗ്രസ് എവിടെയാണ് മതേതരത്വം സംരക്ഷിച്ചത്? ഇനി റജി, ശ്രീ B റജി, ഇനി കാതലായി ഈ വിഷയത്തിലേക്ക് എത്താം. മുസ്ലിം ലീഗിനെ പോലെ നിങ്ങളുടെ ഒരു പാർട്ടി, നിങ്ങളുടെ മുന്നണിയിലെ ഒരു പാർട്ടി, ആ പാർട്ടിയുടെ നേതാവ് ഇത്തരത്തിൽ പറയുമ്പോൾ അതിനെ തള്ളിപ്പറയണ്ടേ? അങ്ങനെ തള്ളിപ്പറഞ്ഞോ B റജി നിങ്ങൾ? നോക്കൂ, ഞാൻ ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ. ഇവിടെ KM ഷാജി എന്ന് പറയുന്ന ഇപ്പോൾ അദ്ദേഹം മുസ്ലിം ലീഗിന്റെ ഒരു അംഗമാണ്. ആ ഒരു പാർട്ടിയുടെ ഒരു അംഗം പറയുന്നതും ഈ കേരളത്തിലെ ഒരു മന്ത്രി പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം അങ്ങ് മനസ്സിലാക്കണം. ഇന്ത്യൻ ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്തുകൊണ്ട് ഞാൻ എല്ലാ സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും തുല്യമായി പരിഗണിക്കാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ഒരു മന്ത്രി സജി ചെറിയാൻ, അദ്ദേഹം ഉയർത്തിവിട്ട വർഗീയ പരാമർശം, വർഗീയ ധ്രുവീകരണം, അതിനെ തള്ളിപ്പറയുവാൻ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. ഇത് വളരെ എന്താണ് പറഞ്ഞത്? നമുക്ക് നോക്കാം. സജി ചെറിയാൻ പറഞ്ഞ വാക്കുകളൊന്ന് കേൾക്കാം. നോക്കൂ. പ്രതിഷേധിക്കേണ്ടതായ പ്രസ്താവന നടത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ചില മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത്. നമ്മുടെ രാജ്യത്ത് RSS ഉയർത്തുന്ന വർഗീയതയെ നേരിടാൻ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചേ കഴിയത്തുള്ളൂ. അതിന്ന് കേരളത്തിൽ നമ്മളത് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ BJP വിജയിപ്പിച്ചതിൽ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൽ നിന്നോ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നോ ഒരാൾ പോലും ഇല്ല. ഇത് കേരളത്തിൽ സംഭവിക്കരുത്. ഇവിടെ RSS ഉയർത്തുന്ന വർഗീയതയെ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് നേരിടാൻ കഴിയില്ല. കേരളത്തിലെ ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ അത് കഴിയത്തുള്ളൂ.
ഇതാണ് ബീറജി. അതായത് മുസ്ലിം ലീഗിനെ എതിർത്താൽ, ജമാഅത്തെ ഇസ്ലാമി എതിർത്താൽ ന്യൂനപക്ഷ വിരുദ്ധത എങ്ങനെയാകും? ഒന്ന്, RSSനെ എതിർത്താൽ എങ്ങനെ ഹിന്ദു വിരുദ്ധതയാകും? രണ്ട്, താൻ പറഞ്ഞത് എന്താണ് എന്ന് സജി ചെറിയാൻ വെളിവാക്കി. അതുപോലാണോ KM ഷാജി പറഞ്ഞ മതമാണ് പ്രശ്നമെന്ന കൃത്യമായ വർഗീയത?